ഏപ്രിൽ 6 ഞായറാഴ്ച രാമനവമിയാണ്. അതിവിശിഷ്ടമായ ദിവസമാണ്. മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായി പിറവിയെടുത്ത ശ്രീരാമസ്വാമിയുടെ ജന്മദിനമാണ് രാമനവമിയായി നമ്മൾ ആചരിക്കുന്നത്. നമുക്കറിയാം, ത്രേതായുഗത്തിൽ അയോധ്യ ഭരിച്ചിരുന്ന ദശരഥ മഹാരാജാവിനും കൗസല്യാദേവിക്കും ജനിച്ച പുത്രനാണ് ശ്രീരാമസ്വാമി. നമ്മൾ എപ്പോഴും ഏകാദശി വ്രതങ്ങൾ, അതുപോലെ തന്നെ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്തിനായി മറ്റു പല വ്രതങ്ങളും എടുക്കാറുണ്ട്. ഈ രാമനവമി ദിവസം എത്ര വിശിഷ്ടമാണെന്ന് നമുക്ക് ആർക്കൊക്കെ അറിയാം. അതുപോലെ തന്നെ നമുക്ക് ഓടിച്ചെന്ന് ഒന്ന് തൊഴാൻ പാകത്തിന് രാമക്ഷേത്രങ്ങൾ നമ്മുടെ എല്ലാവരുടെയും അടുത്ത് കാണണമെന്നില്ല. അങ്ങനെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് നേരിട്ട് തൊഴാൻ കഴിയുന്നവർ എത്ര ഭാഗ്യവാന്മാരാണ് അല്ലേ. ഇനി സാഹചര്യം കൊണ്ട് അന്നേ ദിവസം വ്രതമൊന്നും എടുത്തില്ലെങ്കിൽ തന്നെ ശ്രീരാമസ്വാമിക്ക് പ്രിയപ്പെട്ട ചില നാമങ്ങളുണ്ട്. ഏതൊരു സാധാരണക്കാരനും ചൊല്ലാവുന്ന മന്ത്രങ്ങളുണ്ട്. ഈ രാമനവമി ദിവസം ഭക്തിപൂർവം അതൊന്ന് ഉരുവിട്ടാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഫലമാണ് നമുക്ക് ശ്രീരാമസ്വാമി തരാൻ പോകുന്നത്. മനസ്സിൽ എന്താഗ്രഹിച്ച് ശ്രീരാമസ്വാമിയോട് അന്നേ ദിവസം പ്രാർത്ഥിച്ചോളൂ. സാക്ഷാൽ ശ്രീരാമസ്വാമി കനിഞ്ഞ് അനുഗ്രഹിച്ച് നമുക്കത് നൽകിയിരിക്കും. അത്ര ശക്തമാണ് രാമനാമം. നമ്മൾ പറഞ്ഞു, നമ്മൾ അടുത്തുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് ഓടിച്ചെല്ലും പോലെ ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് ഓടിച്ചെല്ലാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ. പക്ഷെ രാമനാമം നമ്മുടെ നാവിൽ വരാത്ത ദിവസങ്ങൾ ഉണ്ടാവുമോ? നമുക്കറിയാം, നമ്മൾ ഓർമ്മ വെച്ച കാലം മുതലേ നമ്മൾ നിലവിളക്ക് ത്രിസന്ധിക്ക് കൊളുത്തുമ്പോൾ നാമം ചൊല്ലാൻ തുടങ്ങിയ ആ ഒരു കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ നാവിൽ ആദ്യം വന്ന ചെറിയ ആ ഒരു ശ്ലോകം, ആ ഒരു കീർത്തനം, അത് മറ്റാരുടെയും അല്ലല്ലോ, സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ അല്ലേ. ഞാൻ ഈ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ നാവിലും മനസ്സിലും ഒക്കെ ആ നാമം വന്നു അല്ലേ. ഏതാ അത്? രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. അതുപോലെ തന്നെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് ചൊല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവുമോ നമ്മുടെ കുട്ടിക്കാലത്ത്? ഇപ്പോഴും നമ്മുടെ നാവിലും മനസ്സിലുമെല്ലാം ഭഗവാന്റെ ഈ നാമങ്ങളെല്ലാം തന്നെയുണ്ട്. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 9ാം നവമി ദിനത്തിലാണ് ശ്രീരാമചന്ദ്രന്റെ ജനനം. ശ്രീരാമസ്വാമിയെ ശിശുരൂപത്തിലാണ് നമ്മൾ നവമി ദിവസം ആരാധിക്കേണ്ടത്. അതായത് നമ്മുടെ മുൻപിലുള്ള ആ ഗാംഭീര്യത്തോടെ അമ്പും വില്ലും ഒക്കെ ഏന്തി നിൽക്കുന്ന വലിയ ശ്രീരാമസ്വാമിയല്ല, കുട്ടി ശ്രീരാമസ്വാമിയായിട്ടാണ് അന്നേ ദിവസം ഭഗവാനെ നമ്മൾ മനസ്സിൽ കണ്ട് ആരാധിക്കേണ്ടത്. നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ നമ്മൾ ചെറിയ ഉണ്ണിയുടെ രൂപത്തിൽ കാണുന്നത് പോലെ ഈ രാമനവമി ദിവസം നമ്മുടെ ശ്രീരാമസ്വാമിയെയും ചെറിയ കുട്ടിയായി കണ്ട് നമ്മുടെ സങ്കടങ്ങളെല്ലാം പറയാം. ആഗ്രഹങ്ങളൊക്കെ ഒട്ടും മടികൂടാതെ ഭഗവാനോട് ആവശ്യപ്പെടാം. പരിഭവങ്ങൾ എന്തു തന്നെ ഉണ്ടായാലും ഭഗവാനോട് അത് പറയാം. ഭഗവാന്റെ പ്രിയപ്പെട്ട നാമങ്ങളെല്ലാം ചൊല്ലിക്കൊടുത്ത് സന്തോഷിപ്പിക്കണം നമ്മൾ ഈ കുട്ടി ശ്രീരാമസ്വാമിയെ. ക്ഷിപ്രവേഗത്തിലാണ് ഈ ദിവസം ഭഗവാൻ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നത്. അതൊരു പ്രാവശ്യം ഈ രാമനവമി ദിവസം വ്രതം നോറ്റ് ഭഗവാനെ അന്നേ ദിവസം മുഴുവൻ മനസ്സിലും പ്രാർത്ഥനയിലും ചേർത്ത് പിടിച്ചാൽ നിങ്ങൾ പോലും ഞെട്ടിപ്പോകുന്ന ഒരു മാറ്റം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ. ഈ രാമനവമി ദിവസം ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ ഒന്ന് ചൊല്ലി നോക്കിയിട്ട്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി രാമനവമി ദിവസം നമ്മൾ സാധാരണക്കാർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹത്തിനായിട്ട് വ്രതം നോൽക്കണോ? നോൽക്കേണ്ടത് എങ്ങനെയാണ്? ഇനി വ്രതം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് ഭഗവാന്റെ അനുഗ്രഹത്തിനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഈ നവമി ദിവസം വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ശ്രീരാമസ്വാമിയെ കൂടാതെ സീതാദേവി, ലക്ഷ്മണൻ, ഹനുമാൻ സ്വാമി, സൂര്യദേവൻ, നവഗ്രഹങ്ങൾ എന്നിവരുടെ എല്ലാം അനുഗ്രഹം നമ്മൾക്ക് ഒരുമിച്ച് ലഭിക്കാൻ പോകുന്ന ഒരു അപൂർവ, ഒരു അസുലഭ, അത്ര മംഗളകരമായ ഒരു ദിവസമാണ് ഏപ്രിൽ 6 ഞായറാഴ്ച ശ്രീരാമനവമി ദിവസം എന്ന് പറയുന്നത്. ഇനി വ്രതം എടുക്കുന്നവർ തലേ ദിവസം, അതായത് ഏപ്രിൽ 5 ശനിയാഴ്ച ദിവസം മത്സ്യമാംസാദികൾ ഒന്നും തന്നെ കഴിക്കരുത്. അന്നേ ദിവസം അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി പിറ്റേ ദിവസം, അതായത് നമ്മുടെ വ്രത ദിവസം ഏപ്രിൽ 6 ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഒരു നേരം നമുക്ക് പച്ചരി വറ്റിച്ച ചോറ് കഴിക്കാവുന്നതാണ്. മറ്റ് നേരങ്ങളിൽ പഴവർഗ്ഗങ്ങൾ, പാല് ഇവയൊക്കെ കഴിക്കാവുന്നതാണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ എല്ലാ വ്രത വീഡിയോകളിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വേണം നമ്മൾ ഈ വ്രത ദിവസങ്ങളിലെ ആഹാരക്രമം ചിട്ടപ്പെടുത്താനായിട്ട്. പൂർണ്ണ ഉപവാസം എടുക്കാൻ കഴിയാത്ത അമ്മമാരൊന്നും തന്നെ ഒരു വ്രതത്തിനും അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. നിങ്ങളുടെ മനസ്സിലെ നന്മയും ഭക്തിയും ഒക്കെ ഭഗവാൻ അറിയാമെന്നേ. അതിനുള്ള അനുഗ്രഹം എന്തായാലും ലഭിക്കും.
അല്ലാതെ പട്ടിണി കിടന്ന് വ്രതം നോക്കണമെന്നൊന്നും ഭഗവാൻ എങ്ങും പറഞ്ഞിട്ടില്ല കേട്ടോ. അന്നേ ദിവസം രാവിലെ കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് പൂജാമുറിയിൽ നമുക്ക് നിലവിളക്ക് കൊളുത്താം. ശ്രീരാമസ്വാമിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് തലേ ദിവസം തന്നെ തുടച്ച് വൃത്തിയാക്കി വെക്കണം കേട്ടോ. ആ ഫോട്ടോയിൽ നമുക്കൊരു തുളസിമാല ചാർത്തി കൊടുക്കാം. ഇനി തുളസിമാല ചാർത്താൻ കഴിയുന്നില്ലെങ്കിൽ വീട്ടിലുള്ള പൂക്കളും തുളസിയിലയും ഒക്കെ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇനി ശ്രീരാമസ്വാമിയുടെ ഫോട്ടോ തന്നെ ഇല്ലെങ്കിൽ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെയോ ശ്രീകൃഷ്ണൻ്റെയോ അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ ഏതൊരു അവതാര മൂർത്തിയുടെ ഫോട്ടോയോ വിഗ്രഹത്തിനോ മുൻപിൽ നമ്മൾക്ക് ഈ പൂക്കളും തുളസിമാലയും ഒക്കെ സമർപ്പിക്കാവുന്നതാണ്. ഒരു നെയ് വിളക്ക്, ഒരു ചെറിയ ചിരാതിൽ നെയ്യ് ഒഴിച്ച് ദീപം കൊളുത്തി ഭഗവാന്റെ അനുഗ്രഹത്തിനായി ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി അതിന് ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ സാധാരണ എണ്ണ ഒഴിച്ചിട്ട് വിളക്ക് കത്തിച്ചാലും മതി കേട്ടോ. ഭഗവാന് നിവേദ്യമായിട്ട് അന്നേ ദിവസം നമ്മൾക്ക് പാൽ പായസം ഉണ്ടാക്കി ഒരു ചെറിയ ഉരുളിയിലോ പാത്രത്തിലോ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ വെക്കാവുന്നതാണ്. അതുപോലെ ശർക്കരയും കുരുമുളകും ഉപയോഗിച്ചുണ്ടാക്കുന്ന പാനകം ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടതാണ്. അന്നേ ദിവസം പാനകം ഭഗവാന് നിവേദിച്ചാൽ ഏറ്റവും ഐശ്വര്യദായകമാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യാം. എന്തായാലും പാൽപ്പായസം ഉണ്ടാക്കി വെക്കാനൊന്നും നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് അന്നേ ദിവസം ഈ രാമനവമി ദിവസം ഞായറാഴ്ചയാണല്ലോ. അപ്പം തീർച്ചയായും ഭഗവാൻ അതൊന്ന് നിവേദിച്ചു നോക്കൂ. നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു പാൽപ്പായസം ഭഗവാൻ എന്ന ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ പൂജാമുറിയിൽ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കും പൂജാമുറി കാണണം എന്നൊന്നുമില്ല, നമ്മുടെ ചെറുതായിട്ട് വിളക്ക് കൊളുത്തുന്ന ഒരു സ്ഥലമാണെങ്കിലും മതി, അവിടെ ഭഗവാന്റെ ആ ഒരു ഫോട്ടോയ്ക്ക് മുൻപിൽ ഒന്ന് സമർപ്പിച്ചാൽ എത്ര ഐശ്വര്യദായകമാണെന്നറിയോ. നമ്മുടെ മനസ്സിൽ അപ്പോൾ തന്നെ എത്ര സന്തോഷം വന്ന് നിറയും. നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഒരു പാൽപ്പായസം ഭഗവാന് സമർപ്പിക്കുന്നത്. നമുക്ക് ക്ഷേത്രത്തിൽ പോയി പാൽപ്പായസ വഴിപാടൊക്കെ നടത്താം, അത് വേറെ. പക്ഷെ നമ്മുടെ കൈ കൊണ്ട് ഒരു കാര്യം ഉണ്ടാക്കി ഭഗവാൻ, അതും കുട്ടി ശ്രീരാമസ്വാമിയാണെന്ന് ഓർക്കണം അല്ലേ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് പോലെ ഒരു സന്തോഷവും അതുപോലെ തന്നെ അത്രയും അനുഗ്രഹവുമാണ് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത്. അന്നേ ദിവസം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഭഗവാന് സമർപ്പിക്കാം. എന്ത് കൊടുത്താലും ഭഗവാൻ അത്രമേൽ സന്തോഷമാകും, അത്രമേൽ അനുഗ്രഹമാണ് നമ്മൾക്ക് തരാൻ പോകുന്നത്. ഇനി അന്നേ ദിവസം ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ വിശിഷ്ടമാണ്. അതുപോലെ തന്നെ ഈ നവമി ദിവസം നാലമ്പല ദർശനം ജന്മപുണ്യം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നാലമ്പല ദർശനത്തിന് സാധ്യത അന്നേ ദിവസം ഉണ്ടെങ്കിൽ ഏറ്റവും അനുഗ്രഹദായകമാണ് ഏപ്രിൽ 6 ഞായറാഴ്ച രാമനവമി ദിവസം നാലമ്പല ദർശനം. അതും കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യുക. ഇനി നമ്മുടെ എല്ലാവരുടെയും തൊട്ടടുത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രം കാണണമെന്നില്ലല്ലേ. അതൊക്കെ അത്രയും ഭാഗ്യമുള്ളവർക്ക് സിദ്ധിക്കുന്ന കാര്യങ്ങളാവും. അപ്പോൾ അങ്ങനെ ശ്രീരാമസ്വാമി ക്ഷേത്രം തൊട്ടടുത്തില്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ മഹാവിഷ്ണുവിന്റെ ഏതെങ്കിലും അവതാരമൂർത്തി ക്ഷേത്രങ്ങളിലോ നമ്മൾക്ക് അന്നേ ദിവസം പോകാവുന്നതാണ്. ക്ഷേത്രത്തിൽ നമ്മൾക്ക് തുളസി മാല ഭഗവാന് സമർപ്പിക്കാം, പാൽ പായസം വഴിപാടായി കഴിക്കാം, അതുപോലെ തന്നെ ഭഗവാന് മഞ്ഞപ്പെട്ട് സമർപ്പിക്കാം, മുല്ലമൊട്ടുമാല, താമരമാല, ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇതെല്ലാം ഭയങ്കര ഐശ്വര്യദായകമാണ്. ഭഗവാന്റെ അനുഗ്രഹം പെട്ടെന്ന് ലഭിക്കുന്നതിന് ഇതൊക്കെ കാരണമാകും. അന്നേ ദിവസം ഭഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളും നമ്മൾ സദാ നാവിലും മനസ്സിലും വിളങ്ങണം. ഇനി നമ്മൾ വ്രതം എടുത്തില്ലെങ്കിൽ പോലും, അതുപോലെ ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ മന്ത്രജപം ഇത് നിങ്ങൾ ഉറപ്പായും ചെയ്യണം കേട്ടോ. കാരണം ശ്രീരാമസ്വാമിയുടെ നാമങ്ങൾ എന്ന് പറയുന്നത് ബാക്കി ഏത് നാമങ്ങളെക്കാട്ടിലും വളരെ ശക്തിയുള്ള നാമങ്ങളാണ്. അതായത് നമ്മുടെ നാവിൽ വെറുതെ, നമ്മുടെ മനസ്സിൽ വെറുതെ ഒന്ന് ഭഗവാന്റെ നാമങ്ങൾ വന്നാൽ തന്നെ അത്ഭുതപൂർവമായ മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. രാമമൂലമന്ത്രം, രാമ അഷ്ടോത്തരം, ശ്രീരാമ സഹസ്രനാമം, രാമരക്ഷാമന്ത്രം, അങ്ങനെ ശ്രീരാമസ്വാമിയുടെ നമുക്കറിയുന്ന നാമങ്ങളൊക്കെ നമുക്ക് ചൊല്ലാം. അതുപോലെ തന്നെ കേൾക്കുന്നതും അന്നേ ദിവസം വളരെ ഉത്തമമാണ്. ശ്രീരാമസ്വാമിയുടെ മൂലമന്ത്രമായ ഓം രാം രാമായ നമ, ഈ മന്ത്രം 108 വീതം 2 നേരം, അതായത് രാവിലെ 108 വീതം വൈകിട്ട് 108 തവണയും ജപിച്ചാൽ നമ്മുടെ സകല ദുരിതങ്ങളും പാപങ്ങളും അകറ്റി മനസ്സിൽ ആഗ്രഹിക്കുന്നതെന്തും ശ്രീരാമസ്വാമി നൽകുമെന്ന് ഉറപ്പാണ്. ഇനി 108 തവണ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ 11 തവണയാണെങ്കിലും അന്നേ ദിവസം 2 നേരം ചൊല്ലുക. ഇത് നിത്യേന ചൊല്ലാവുന്ന രാമമൂല മന്ത്രമാണ്. അതിശക്തമായ ശ്രീരാമ മന്ത്രമാണിത്. ഈ മന്ത്രം, അതായത് ഓം രാം രാമായ നമ എന്ന ഈ മന്ത്രം 64 ദിവസം തുടർച്ചയായി മത്സ്യമാംസാദികൾ ഒഴിവാക്കി ചൊല്ലിയാൽ പിന്നെ നിങ്ങൾ ഒരു കാര്യത്തിനും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. അതായത് അതിഭാഗ്യം നിങ്ങളെ തേടി വരും.
സ്ത്രീകൾ പീരീഡ്സ് ടൈമിൽ ഈ മന്ത്രം ജപിക്കരുത് കേട്ടോ. അത് കഴിഞ്ഞ് ജപം തുടർന്ന് നമുക്ക് അങ്ങനെ 64 ദിവസം പൂർത്തിയാക്കാവുന്നതാണ്. അങ്ങനെ 64 ദിവസം തുടർച്ചയായി മാംസാദികൾ ഒഴിവാക്കിയിട്ട് ശ്രീരാമസ്വാമിയുടെ മൂലമന്ത്രമായ ഓം രാം രാമായ നമ നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ. അത്രയും ശക്തമായ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അതുപോലുള്ള ഭാഗ്യ അനുഭവങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് അനുഭവവേദ്യമാകും. വെറുതെ നമ്മൾ ശ്രീരാമ ജയം എന്ന് ജപിച്ചാൽ പോലും ഭഗവാന്റെ അനുഗ്രഹം ധാരാളമായി ലഭിക്കും. നവമി ദിവസം ശ്രീരാമ ജയം എന്നൊരു വാക്ക് 108 തവണ ഒന്ന് ഉരുവിട്ട് നോക്കൂ. അല്ലെ നമ്മളെ കൊണ്ട് കഴിയുന്ന സമയത്തൊക്കെ ശ്രീരാമജയം ശ്രീരാമജയം അല്ലെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കാം നമ്മൾക്ക് ശ്രീരാമജയം 108 തവണ. ഇതൊക്കെ എത്ര ഐശ്വര്യമാണെന്നറിയാമോ. അത് ഭഗവാന്റെ ഒരു നാമം പോലും നമ്മളൊന്ന് വെറുതെ പറഞ്ഞാൽ ഭഗവാന്റെ അത്ര അനുഗ്രഹമാണ് ലഭിക്കാൻ പോകുന്നത്. ഇനി കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെ നമ്മളോട് എന്തെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെ വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറി സന്തോഷത്തോടെ അവരെയെല്ലാം നമ്മളോട് ചേർക്കാനുള്ള ശക്തി രാമമന്ത്രത്തിനുണ്ട്. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമ ജപത്തിന് തുല്യമായ പുണ്യത ഏതൊരു സാധാരണക്കാരനും ലഭിക്കുന്ന ഒരു അത്ഭുത ശ്രീരാമ മന്ത്രമുണ്ട്. ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട് കേട്ടോ. ഒരിക്കൽ നമ്മുടെ മഹാദേവനോട് പാർവതി ദേവി ചോദിക്കുകയുണ്ടായി, ഈ വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് ഭഗവാനെ പണ്ഡിതന്മാർക്കൊക്കെയല്ലേ ചൊല്ലാൻ കഴിയുകയുള്ളൂ, സാധാരണക്കാരനും ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിന്റെ ഫലം കിട്ടുന്ന, വേഗം എളുപ്പത്തിൽ ചൊല്ലാവുന്ന എന്ന അതിശക്തമായ ഫലം കിട്ടുന്ന എന്തെങ്കിലും മന്ത്രമുണ്ടോ എന്ന് നമ്മുടെ പാർവതി ദേവി മഹാദേവനോട് ചോദിക്കുകയുണ്ടായി കേട്ടോ. അപ്പൊ മഹാദേവൻ മറുപടിയായി കൊടുത്തത് നമ്മുടെ ശ്രീരാമസ്വാമിയുടെ ഒരു മന്ത്രമാണ്. അതിവിശിഷ്ടമായ ഈ മന്ത്രം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? നവമി ദിവസം നമ്മൾക്ക് വേറൊരു മന്ത്രം ചൊല്ലിയില്ലെങ്കിൽ പോലും ഈ ശ്രീരാമസ്വാമിയുടെ ഈ അത്ഭുതകരമായ ഒരു മന്ത്രം ചൊല്ലിയാൽ നവമി ദിവസം മാത്രമല്ല നമ്മൾക്ക് ഏതൊരു ദിവസവും ചൊല്ലാവുന്നതാണ്. ആ മന്ത്രം ചൊല്ലിയാൽ എന്താ ഫലം ലഭിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ ചൊല്ലി നോക്കിയിട്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക കേട്ടോ. ഈ ശ്രീരാമ മന്ത്രം ഭക്തിയോടെ 3 തവണ, വെറും 3 തവണ ജപിക്കുന്നതിലൂടെ ശ്രീരാമസ്വാമിയുടെ അത്രയും അനുഗ്രഹത്തിന് നമ്മൾ പാത്രമായി തീരും. ആ മന്ത്രം എന്താണെന്ന് പറയട്ടെ. ശ്രീരാമ രാമ രാമേതി രമേ രമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ ശ്രീരാമനാമ വരാനന ഓം നമ ഇതി. വൈഷ്ണവ ശക്തിയും ശൈവശക്തിയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന നാമമാണ് രാമനാമം. അതുകൊണ്ട് തന്നെ രാമനാമം ജപിക്കുമ്പോൾ ശിവചൈതന്യവും വിഷ്ണു ചൈതന്യവും ഒരുപോലെ നമ്മൾക്ക് ലഭിക്കുന്നു. ഏപ്രിൽ 7 തിങ്കളാഴ്ച ദിവസം രാവിലെ തീർത്ഥം സേവിച്ച് വ്രതം നോറ്റവർക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അങ്ങനെ എല്ലാവർക്കും സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ജീവിതത്തിലുടനീളം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.